പേരിനൊരുത്തൻ എന്നല്ല, കഴിവുള്ള, കാര്യപ്രാപ്തിയുള്ള, പ്രയോജനമുള്ളവനെന്ന് നിങ്ങളുടെ പേരിനെ യേശു ഈ ദിവസങ്ങളിൽ മാറ്റും. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്നത് പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം 31 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനാ മധ്യേ നിങ്ങൾ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. ഈ ഉപവാസം നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ, വരുന്ന വർഷം മുഴുവൻ ദൈവികമായ വർധനവും നിറവും നിങ്ങൾ പ്രാപിച്ചെടുക്കുവാൻ, അതിനുപരിയായി കർത്താവ് തന്ന ആലോചന നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. ഓർത്ത് കരയുന്ന നാളുകൾക്ക് അറുതി വരുത്തി ആർത്ത് ചിരിക്കുന്ന ആ പുതിയ സീസൺ ദൈവത്താൽ തുടങ്ങുവാൻ, അതിനുവേണ്ടി ദൈവിക ശക്തിയും ദൈവിക ആലോചനകളും നടത്തിപ്പും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥനയുടെ ദിവസനിലായിരിക്കുമ്പോൾ ദൈവം തന്ന ആലോചനകളാണ് ദിവസങ്ങളിൽ നിങ്ങളുമായി പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. അവിധത്തിൽ ഒരാർത്ത് ചിരിയുടെ അനുഭവം നിങ്ങളിലുണ്ടാകുവാൻ. ഓർത്ത് കരയാറുണ്ട്. ഗതികെട്ടവൻ, നശിച്ചവൻ, മുടിഞ്ഞവൻ, കാലമാടൻ, ഇങ്ങനെ ഒരുത്തൻ എൻ്റെ വയറ്റിൽ പിറന്നല്ലോ എന്ന് വയറിടം തന്ന അമ്മയുടെ ശാപവാക്കുകൾ, ഇങ്ങനെ ഒരുത്തനെ ജനിപ്പിക്കേണ്ടി വന്നല്ലോ എന്ന് ചങ്ക് പൊട്ടി നിലവിളിക്കുന്ന അപ്പൻ്റെ കഠിന വാക്കുകൾ, ബന്ധക്കാരുടെയും സ്വന്തക്കാരുടെയും ചാർച്ചക്കാരുടെയും വാക്കുകൾ വേറെ പറയണ്ടല്ലോ. ഒരു ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളാത്തവനെന്ന് നീയൊക്കെ എന്തിന് കല്യാണം കഴിച്ചു എന്ന് ഭാര്യ പോലും ചോദിക്കുന്നു. നോക്കാൻ കഴിവില്ലെങ്കിൽ എന്തിന് മക്കളെ ജനിപ്പിച്ചു എന്ന് മക്കൾ ഈ പറഞ്ഞതിലധികം കടന്ന് പറയുന്ന അനുഭവം. അയ്യോ, നശിച്ച ജീവിതം, മരിക്കുവാൻ കഴിയാത്തത് കൊണ്ട് ജീവിക്കുന്നു, നിന്നെ എൻ്റെ തലയിൽ കെട്ടിവച്ചു, അന്ന് മുതൽ എൻ്റെ സ്വസ്ഥത പോയി, സമാധാനം പോയി, പേര് പല 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 പേരുകൾ. ആ പേരുകളെ ദൈവം മാറ്റുവാൻ പോകുന്നു. വാക്യത്തിലേക്ക്, ഉൽപ്പത്തി പുസ്തകം 41 അധ്യായം 45 വാക്യം. അവിടെ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഫറവോൻ യോസേഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. ഫറവോൻ യോസേഫിന് സാപ്നത്ത് പനേഹ് എന്ന് പേരിട്ടു. അഥവാ അർത്ഥം ദേശത്തിൻ്റെ രക്ഷകൻ എന്ന് യോസേഫ് എന്ന പേരിനെ ചേഞ്ച് ചെയ്തു. യോസേഫ്, ഈ പേര് കേൾക്കുമ്പോൾ ഒരപ്പൻ്റെ ഉള്ളിൽ തീയാണ്. അപ്പൻ്റെ പേര് യാക്കോബ്. തൻ്റെ മൃഗങ്ങൾ കടിച്ചു കീറിപ്പോയി എന്ന് താൻ വിശ്വസിച്ചിരിക്കുന്ന മകൻ, നഷ്ടപ്പെട്ടു പോയ മകൻ. ഇപ്പം മനസ്സിലായല്ലോ, ഒരു ഏക്കമാണ്, ഒരു വേദനയാണ്. നിന്നെക്കുറിച്ച് കേൾക്കുമ്പോൾ നിൻ്റെ പ്രിയപ്പെട്ടവർക്കും നിനക്കൊപ്പമുള്ളവർക്കും ഒക്കെ അത് തന്നെയാണ്. ചങ്കിനകത്തൊരു തീയാണ്. ആമേൻ. അപ്പൻ്റെ മുമ്പിൽ അങ്ങനെ ഒരു പുകമറ സൃഷ്ടിക്കപ്പെട്ടു. യോസെഫ് ഇല്ല എന്നല്ല, സഹോദരന്മാർ അവനെ അങ്ങനെ ആക്കി തീർത്തു. ചിലർ നിന്നെ കഴിവ് കെട്ടവനാക്കി തീർക്കുന്നുണ്ട്. യെസ്, ആമേൻ. അതല്ലേ സഹോദര, നിന്നെ കഴിവില്ലാത്തവനാക്കി ആ ജോലി സ്ഥലത്ത്, സഹോദരി നീ ജോലി ചെയ്യുന്നിടത്ത് നിന്നെ കഴിവില്ലാത്തവളാക്കി, നിന്നെ ഒന്നിനും കൊള്ളാത്തവളാക്കി. എന്തിന് നീ ഇവിടെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ നിന്നെ എന്തിനിങ്ങനെ ഭാരമായിട്ട് ഞങ്ങൾ ചുമക്കണം, വെറുതെ ശമ്പളം തരാം. അയ്യോ, മറ്റുള്ളവർ കഴിവ് കെട്ടവളാക്കി, നിന്നെ കഴിവ് കെട്ട ഒരു ഭാര്യയാക്കി ചിത്രീകരിക്കുന്നു. ഭർത്താവിൻ്റെ വീട്ടുകാർ തന്നെ, ഭാര്യയും ഭാര്യയുടെ വീട്ടുകാരും ചേർന്ന് കഴിവ് കെട്ട ഒരു ഭർത്താവായി നിന്നെ ചിത്രീകരിക്കുന്നു. മക്കൾ കഴിവ് കെട്ട ഒരു അപ്പനായി, കഴിവ് കെട്ട ഒരു അമ്മയായി, സ്കൂളിൽ കൂടെ പഠിക്കുന്നവർ, കോളേജിൽ കൂടെ ഉള്ളവർ, ജോലി ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ചേർന്ന് കഴിവില്ലാത്തവനായി, കഴിവ് കെട്ടവനായി നിന്നെ മാറ്റി. പലരുടെ ഉള്ളിൽ നിന്നെക്കുറിച്ചുള്ള ചിന്ത വരുമ്പോൾ തന്നെ അയ്യോ, ഒരു ഗുണവുമില്ലാത്തവൻ, ഒന്നിനും കൊള്ളാത്തവൻ, ഒരു ശാപം പിടിച്ചവൻ, ആ പേര് മാറ്റി രക്ഷകൻ, നിന്റെ കുടുംബത്തിൻ്റെ രക്ഷ, നീ എന്ന പുതിയ പേര്. സ്തോത്രം. പ്രാർത്ഥിക്കുന്ന ഉപവസിക്കുന്ന സഹോദരി കേൾക്ക്, നിന്റെ കുടുംബത്തിൻ്റെ രക്ഷ, നിന്റെ മക്കളുടെ, നിന്റെ ഭർത്താവിൻ്റെ, നിന്റെ പ്രിയപ്പെട്ടവരുടെ രക്ഷ നീ
സ്തോത്രം. റെഡിയാണോ? ആലോചന ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുവാൻ, ഉപവസിക്കുവാൻ കോൺടാക്ട് ചെയ്യും. പ്രഷർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് ആ ഒരു പേര്, ഒന്നിനും കൊള്ളാത്തവനെന്ന, ഗതി പിടിക്കാത്തവനെന്ന, ഒരു പ്രയോജനവുമില്ലാത്തവനെന്ന പേര് എൻ്റെ ദൈവത്താൽ ചേഞ്ച് ചെയ്യപ്പെടുക. ആ സ്ഥാപനത്തിൽ നീ ആപ്റ്റാണ്. നീ ഉണ്ടെങ്കിലേ ആ സ്ഥാപനം മുൻപോട്ട് പോകൂ എന്ന് പറഞ്ഞ് യേശുവിൻ നാമത്തിൽ ആമേൻ. സ്തോത്രം. എനിക്കറിയത്തില്ല, ഈ നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞവർ തന്നെ ഏത് സ്ഥാനത്ത് നിന്ന് നിങ്ങളെ ഇറക്കി വിട്ടുവോ, കൊള്ളാത്തവനെന്ന്, ഗതികെട്ടവനെന്ന്, ക്യാഷ് കൊള്ളാത്തവനെന്ന് പറഞ്ഞ് ഇറക്കി വിട്ടു, അവിടേക്ക് നിങ്ങളെ തിരികെ കൊണ്ടുവന്ന് ഇരുത്തുവാൻ തക്കവണ്ണം പുതിയ പേര് എൻ്റെ ദൈവം നൽകുക. മിസ്രൈമിലെ ശ്രേഷ്ഠനായ ഭരണാധികാരിക്കൊത്തവണ്ണമുള്ള പേര്, ആ ബിസിനസ്സുകാരനൊത്തവണ്ണമുള്ള പുതിയ പേര്. ഇനി ഗതി പിടിക്കാത്തവനെന്ന പേരില്ല മക്കളെ. ഇനി വെറുതെ വളർത്തി വെറുതെ എന്ന പേരില്ല. മദ്യപാനി എന്ന പേരില്ല. ലഹരിക്ക് അടിമ എന്ന പേരില്ല. ശാപം പിടിച്ചവനെന്ന പേരില്ല. മാതാവ്, നിന്റെ തലമുറകളുടെ ചില പേരുകളെ എൻ്റെ ദൈവം ചേഞ്ച് ചെയ്യുന്ന പകൽ. ആമേൻ. ചില പേരുകളൊക്കെ ഇന്ന് ചേഞ്ച് ആകുവാൻ പോകുകയാണ്. ഈ ഉപവാസവും പ്രാർത്ഥനയും ചില പേരുകളൊക്കെ ചേഞ്ച് ആക്കിപ്പിക്കും. നോക്കൂ, എന്നെ കേൾക്കുന്ന യേശുപ്പൻ്റെ പ്രിയ മക്കളെ കേൾക്ക്. 41:44 ഉൽപ്പത്തി പുസ്തകമാണ് കേട്ടോ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതുകൂടെ വായിച്ച് മുൻപോട്ട് പോകട്ടെ. പിന്നെ ഫറവോൻ യോസേഫിനോട്, ഞാൻ ഫറവോനാകുന്നു, നിൻ്റെ കൽപ്പന കൂടാതെ മിസ്രയീം ദേശത്ത് എങ്ങും യാതൊരുത്തനും കയ്യോ കാലോ അനക്കത്തില്ല. ഇനി അവിടെ ഒരു ഇല ചലിക്കത്തില്ല. സഹോദര, ആ സ്ഥാപനത്തിൽ നിൻ്റെ വാക്ക് ഏറ്റവും പവർഫുള്ളായ വാക്കായി മാറുവാൻ പോകുന്നു. സഹോദരി, നിൻ്റെ ഭവനത്തിനകത്ത്, സഹോദര, നിൻ്റെ ഭവനത്തിനകത്ത് നിൻ്റെ വാക്ക് ഏറ്റവും ശക്തിയുള്ള വാക്കായി മാറുവാൻ പോകുന്നു. അതിന് തക്കവണ്ണം കൊള്ളാത്തവനെന്ന, കാശിന് ഗുണമില്ലാത്തവനെന്ന നിന്നെ ഗുണമുള്ളവനാക്കി എൻ്റെ യേശു മാറ്റുവാൻ പോകുന്നു. മക്കളെ, തിന്നു മുടിപ്പിക്കാൻ നിങ്ങൾ എന്തിനെന്ന് ചോദിച്ചവർ തീറ്റി കൊടുക്കുവാൻ കഴിവുള്ളവരെന്ന് റാഥാലമാശേഖനെ നിങ്ങളെക്കുറിച്ച് പറയുവാൻ പോകുന്നു. കുടുംബം നോക്കുന്നവരാക്കി, കുടുംബം നോക്കുന്നവരാക്കി നിൻ്റെ ഭർത്താവിനെ കർത്താവ് മാറ്റുവാൻ പോകുക. സഹോദരി, കുടുംബം നോക്കുന്നവനായി. നിൻ്റെ മക്കളെ കർത്താവ് മാറ്റുവാൻ പോകുക, കുടുംബം നോക്കുന്നവനായി. നിൻ്റെ ബിസിനസ്സിനെ കർത്താവ് മാറ്റുവാൻ പോകുക, കുടുംബം നോക്കുന്നവനായി. നിൻ്റെ വിശ്വാസികളെ കർത്താവ് മാറ്റുവാൻ പോകുക, സഭയെ പരിപാലിക്കുന്നവരായി. പെരുകുന്ന കൂട്ടമായി നിൻ്റെ സഭയെ, നിൻ്റെ വിശ്വാസികളെ എൻ്റെ ദൈവം മാറ്റുവാൻ പോകുക. ആർ യു റെഡി? ഈ ദൈവികാലോചന, ഈ ദൂത് നിങ്ങളുടേതാക്കുവാൻ കോണ്ടാക്ട് ചെയ്തോ. പ്രാർത്ഥിച്ചുപവസിച്ച് ഈ വർഷം ഇത് നമുക്ക് പ്രാപിച്ചെടുക്കാം. അതിനായി കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക. നിങ്ങളുടേത് മാത്രമായ ഒരു വിഷയത്തിന് വേണ്ടി ഉപവാസം ക്രമീകരിക്കുവാൻ, ഈ വർഷത്തെ അനുഗ്രഹമാക്കി തീർക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്തോ. നമുക്കൊരുമിച്ച് പ്രാർത്ഥന ഉപവാസം ക്രമീകരിക്കാം. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്ത്, ഏത് സാഹചര്യത്തിലായിരുന്നാലും ഉപവാസം സാധ്യമാണ്. പ്രൈസർ ഫാമിലിക്കൊപ്പം കോൺടാക്ട് ചെയ്താൽ മതി. വിശദ വിവരങ്ങൾ അറിയിക്കാം. ഒപ്പം എല്ലാ ദിവസങ്ങളും രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ഈ ഉപവാസ പ്രാർത്ഥന ശക്തിയോടെ നമുക്ക് മുൻപോട്ട് കൊണ്ടുപോകുവാനും അന്നേക്ക് വേണ്ട ദൈവിക ആലോചനകളും ദൈവിക ദൂതുകളും ദൈവിക ശബ്ദവുമായി ഞാൻ നിങ്ങൾക്കൊപ്പമായിരിക്കും. രാവിലെ 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് ശുഭയാത്ര യേശുവിലൂടെ യേശുവിലേക്ക് എന്ന നമ്മുടെ പ്രോഗ്രാമിലൂടെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലും ഫേസ്ബുക്ക് പേജിലും അത് അവൈലബിൾ ആണ്. ജോയിൻ ചെയ്യുക. വൈകുന്നേരം 7:30 8:30 ഇടയ്ക്കുള്ള സമയത്ത് അതുപോലെ മധ്യസ്ഥ പ്രാർത്ഥനയും വചന സന്ദേശവും കൊണ്ട് സിസ്റ്റർ വിജി ലീഡ് ചെയ്യുന്നു. വലിയ അനുഗ്രഹമായിരിക്കും. വെള്ളി ഞായർ സഭയിൽ വെച്ചാണ് മീറ്റിംഗ്. ലൈവുണ്ട്. വെള്ളിയാഴ്ച രാവിലെ 11:30 മണി മുതൽ ഉപവാസം ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻറ്റ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഞങ്ങൾ ലൈവായി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നേരിട്ട് വരാൻ കേട്ടോ. തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിളയിലാണ് നമ്മുടെ ചർച്ച്. മറക്കണ്ട, ഞായറാഴ്ച രാവിലെ 10 മണി മുതൽ സഭാരാധനയുണ്ട്. വൈകുന്നേരം 3 മണി മുതൽ രണ്ടാമത്തെ ഒരു സെക്ഷൻ മീറ്റിംഗ് തുടങ്ങിയിട്ടുണ്ട്. കാട്ടാക്കടയ്ക്ക് നെയ്യാറ്റിൻകരയ്ക്കും ഇടയ്ക്ക് തൂങ്ങാമ്പാറ നിന്ന് കൊറ്റമ്പള്ളി വഴി അമ്പലത്തിന് കാലം പോകുന്ന വഴിക്ക് പുലിമുട്ട വന്ന സ്ഥലത്താണ്. നിങ്ങൾക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണം, കർത്താവിൻ്റെ വേല ചെയ്യണം.
കർത്താവിൻ്റെ വയൽ പ്രദേശത്ത് അധ്വാനിക്കണം, ഏറ്റവും ശ്രേഷ്ഠമേറിയത് പ്രാപിക്കണം. അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തിട്ട് കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിന് വേണ്ടി ആ ദേശത്തിൽ പ്രയോജനപ്പെടാം. കണ്ണടച്ചോ. യേശുവേ, ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയോട് ഉപവാസത്തോടെ പ്രേഷർ ഫാമിലിക്കൊപ്പമായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ അത്ഭുത സാന്നിധ്യം കൂടിയിരിക്കണമേ. ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുവാനും ഉപവസിക്കുവാനും ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് പ്രാപിക്കുവാനും ഒപ്പമായിരിക്കുന്നവരെ അങ്ങ് ശക്തീകരിക്കണമേ. കേൾപ്പിച്ച വചനം വിശ്വസിച്ചേറ്റെടുത്തവരുടെ ജീവിതത്തിൽ നിവർത്തിക്കട്ടെ. പേര് മാറട്ടെ. കൊള്ളാകുന്നവരായി പ്രയോജനമുള്ളവരായി ഇവർ മാറട്ടെ. ഇവരുടെ വാക്കുകൾക്ക് വിലയുണ്ടാകട്ടെ. ചിലരുടെ നാവാട്ടവും ചിലരുടെ കടന്നുവരവും ഇവർക്ക് മുമ്പിൽ സ്റ്റോപ്പ് ചെയ്യപ്പെടട്ടെ. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹിക്കപ്പെട്ട ജോലികളെ നൽകി മാനിക്കണമേ. ജോലി സംബന്ധമായി വെളിപ്പെട്ട് വ്യാപരിക്കുന്ന എല്ലാ പ്രതികൂലങ്ങളും, എല്ലാ വെല്ലുവിളികളും, എല്ലാ പോരുകളും അഴിഞ്ഞു മാറട്ടെ. വിളിശാപങ്ങൾ, നേർച്ചകാഴ്ചകൾ, വിടക്ക് കണ്ണുകൾ, ആഭിചാരക്കെട്ടുകൾ യേശുവിൻ നാമത്തിൽ അഴിഞ്ഞു മാറട്ടെ. രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമങ്ങ് സൗഖ്യമാക്കണമേ. എല്ലാ രോഗബന്ധനങ്ങളും അഴിയട്ടെ. മാനസികമായി ശാരീരികമായി അനുഭവിക്കുന്ന രോഗങ്ങൾ, രോഗാതുരമായ മാനസികാവസ്ഥകൾ മാറിപ്പോകട്ടെ. പുറത്തു വരട്ടെ. ഒതുക്കിക്കൂട്ടുന്ന അവസ്ഥകൾ മാറട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കട്ടെ. വിദേശ ജോലിക്കായി കാത്തിരിക്കുന്നവർക്ക് വഴികൾ തുറക്കട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. നിയമങ്ങൾ മാറ്റി എഴുതപ്പെടട്ടെ. ഇവരുടെ തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം അനുഗ്രഹിക്കപ്പെടട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യം ഒരുങ്ങട്ടെ. മക്കളെ പഠിപ്പിക്കുവാൻ കഴിയാതെ ഭാരപ്പെടുന്നവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. വഴികളെ തുറക്കണമേ. ഈ വർഷം തലമുറകളുടെ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. വർധനവിൻ്റെ വർഷമായി തീരട്ടെ. വിവാഹ ബന്ധങ്ങൾ നടക്കട്ടെ. ഉദരഫലങ്ങൾ ജനിക്കട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ. ഭാര്യ മടങ്ങി വരട്ടെ. ഭർത്താവ് മടങ്ങി വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കൂത്തുകൾ കുടുംബങ്ങൾക്കകത്ത് നിന്ന് മാറിപ്പോകട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങളില്ലാത്തവർ വാഹനങ്ങൾ വാങ്ങട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ കടഭാരങ്ങളും മാറിപ്പോകട്ടെ. ജപ്തി നടപടികൾ, പലിശക്കടങ്ങൾ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗം പ്രവർത്തിക്കണമേ. ദീർഘനാളായി സമാധാനമില്ലാതെ ആയിരിക്കുന്നവരെ ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. സമാധാനവും സ്വസ്ഥതയും നൽകി അനുഗ്രഹിക്കണമേ. പേരുമാറ്റുന്ന ദൈവത്തിൻ്റെ അത്ഭുത പ്രവൃത്തി വെളിപ്പെടും. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ വർഷം ഇവരുടെ അനുഗ്രഹത്തിൻ്റെ വർഷമായി തീരട്ടെ. ആമേൻ. മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. മാത്രമല്ല നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. ചേർന്ന് പ്രാർത്ഥിക്കുക, ഉപവസിക്കുക. പ്രേഷർ ഫാമിലി എപ്പോഴും നിങ്ങൾക്കൊപ്പം. നാളെ പകലും ദൈവം വെച്ചാൽ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥനയോടെ ആയിരുന്ന പ്രഭാതം തന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രേഷർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.